എന്നെ കാണാനൊരു VIP വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ നിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ നീ എന്ത് കരുതി? നിന്നെ കാണാൻ ദേവലോകത്ത് നിന്നും ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടർ വരുമെന്നോ? എന്തിനു മുത്തുപട്ടരെ മാത്രമാക്കുന്നു? ദേവലോകത്തുള്ള സകല ദേവന്മാരെയും ദേവകന്യകമാരെയും ധ്യാനത്തിലൂടെ ഈ കൺമുന്നിൽ എത്തിക്കുന്നത് കാണണോ നിനക്ക്? നിന്റെ മുമ്പിൽ പണ്ട് അന്താളിപ്പോടെ ഓച്ഛാനിച്ച് നിൽക്കുന്ന സുസ്മിത അല്ലിത്. യോഗീശ്വരാനന്ദ സ്വരൂപം ശ്രീ സ്വരൂപാനന്ദ തിരുവടികളുടെ പ്രിയ ശിഷ്യയും ചുരുക്കി പറഞ്ഞ ഇവിടുത്തെ മുഖ്യ ഉപദേഷ്ടാവും ഒക്കെയാണ്. ഇവിടുന്ന് ചരട് വലിച്ചാൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ മുറ്റത്ത് നിൽക്കുന്ന മൂവാണ്ടം മാവ് കാറ്റ് വന്നാൽ ഏത് ദിശയിലേക്ക് ചലിക്കുമെന്ന് പറയാൻ പറ്റും. അത്രയ്ക്ക് ദിവ്യദൃഷ്ടിയാ മോളെ ഈ കാവ്യ വേഷത്തിന്. അല്ല, എന്താ വരവിന്റെ ഉദ്ദേശം? എവിടുന്ന് ഒരു അടി കിട്ടിയ ലക്ഷണമുണ്ടല്ലോ. നീ പണ്ടും എന്റെ കുടുംബത്തിന്റെ അടിവേര് മാന്താനായി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അന്നെല്ലാം നിന്നെ നിലയ്ക്ക് നിർത്തി സംരക്ഷിച്ചിട്ടുള്ള സത്യാമ്മയെ തന്നെയാ നീ പാകത്താക്കിയിരിക്കുന്നത്. ഓ, അപ്പോ മൊഴി ചോദിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അംഗരക്ഷകരാരും ഇല്ലാതെ ഉണ്ണിയാർച്ച തന്നെ ഇറങ്ങേണ്ടി വന്നു. എന്താ കയ്യിൽ കരുതിയിരിക്കുന്നേ? പരിചയോ? അതോ വാളോ? അതോ ഒരിക്കലും ചെലവാകാത്ത കൊനഷ്ട ബുദ്ധിയോ? വെറും പേനാക്കത്തിയിൽ തീരേണ്ടവളെയൊക്കെ വാളുകൊണ്ടും ചുരികൊണ്ടും ആരെങ്കിലും നേരിടോ സുസ്മിതേ? നീ എന്തൊക്കെയോ ആണെന്ന് നീ സ്വയം വിചാരിക്കുന്നു. ആ അഹന്തയില് നീ സ്വയം അഹങ്കരിക്കുക. ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുള്ളത് ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പല്ലിയുടെ കഥ. മുകൾ ഭിത്തിയിൽ പറ്റിച്ചേർന്ന് താഴേക്ക് നോക്കുന്ന പല്ലിക്ക് തോന്നും ഇത് മുഴുവൻ താങ്ങിപ്പിടിച്ചിരിക്കുന്നത് താനാണെന്ന്. പക്ഷെ കൈയൊന്നു വിട്ടാ തലയും കുത്തി നിലത്താ. കാഷായ വേഷം കിട്ടി എന്നെ കളി പഠിപ്പിക്കാൻ വരല്ലേ. വന്നാ നീ കരയും, ഭംഗിയായിട്ട് കരയും. ചെയ്തു പോയ തെറ്റിനൊക്കെ പ്രായശ്ചിത്തം പറഞ്ഞ് നീ കരയും. അതിനിടയുണ്ടാക്കരുത്. സോമശേഖരനെ മുന്നിൽ നിർത്തി നീ കളിപ്പിച്ച ഈ ഫോർവേഡ് കളിക്ക് നീയായിട്ട് തന്നെ തീർപ്പ് കൽപ്പിക്കണം. അതല്ല നിന്റെ പഴയ പകയും കൊണ്ട് വീണ്ടും എന്റെ കുടുംബത്തിന്റെ നേർക്ക് വരാനാണ് ഉദ്ദേശമെങ്കിൽ അത് നിന്റെ നാശത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ ചിരട്ട കത്തിച്ചുണ്ടാവുന്ന കനലിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഇതുപോലുള്ള ചെറിയ കാറ്റ് വന്നാൽ എരിഞ്ഞുകൊണ്ടിരിക്കും, കെടാതെ. എന്റെ ഉള്ളിലും അതുപോലൊരു കനലുണ്ടടി. അതെന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടത് നിന്റെ വിഷ്ണു നീയും കൂടിയാ. വർഷം എത്ര കഴിഞ്ഞാലും അത് കെടാതെ ഞാൻ സൂക്ഷിക്കുന്ന എന്തിനാന്നറിയോ? എന്നെ എങ്ങനെയൊക്കെ ഒറ്റപ്പെടുത്തിയോ അതുപോലെ നീ ഒറ്റപ്പെടണം. ഒരാശ്രയവും ഇല്ലാതെ നീ ഈ നാട് മുഴുവൻ അലയണം. അതിന് നിന്നെ ഈ ഉദ്യോഗ പരിവേഷത്തിൽ നിന്ന് എന്നേക്കുമായി പടിയടച്ചിറക്കി വിടണം. ഇനി എന്റെ ലക്ഷ്യം അത് തന്നെ.